ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എലൈറ്റ് സിറ്റി റോൾ പ്ലേനകത്ത് എങ്ങനെയാണ് നമുക്കപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് സംഭവം ഈ മൊബൈൽ ഫോൺ ഫുഡ് അങ്ങനത്തെ സംഭവമൊക്കെ എങ്ങനെയാണ് മേടിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ സ്പോൺ ആവുന്നിടത്ത് തന്നെ ഒരു മൊബൈൽ ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാസ്ക്, മൊബൈൽ ഷോപ്പ്, സിമ്മ് അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, ഇവിടെ നിന്ന് ഇതുകൊണ്ട് അവിടെ ഒരു പച്ച കളർ ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് ഇപ്പോൾ ഈ മൊബൈൽ ഷോപ്പ് ഉള്ളത്. നമുക്ക് അവിടേക്ക് പോവാം. ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ എന്നെ നിൽക്കണം. എന്നെ നിൽക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിട്ട് എന്നെ നിൽക്കണം. എന്നെ നിൽക്കിയിട്ട് ഈ ഫോണൊക്കെ ഡബിൾ ടാപ്പ് ചെയ്യണം. ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാർട്ടിലേക്ക് ഇതാവത്തുള്ളൂ. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് റേഡിയോ ഫോൺ, പിന്നെ അടുത്ത പേജ് എടുക്കുക. അടിയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത പേജ് എടുക്കുക. എന്നിട്ട് GPS വാങ്ങാം, പിന്നെ സിം കാർഡ് വാങ്ങാം. ഇതൊക്കെ വാങ്ങാം. ഫസ്റ്റത്തേൽ വെറും 4 വാങ്ങാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബൈ നിൽക്കണം. ഇവിടെ ബൈ നിൽക്കിയാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഈ സംഭവമൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ബൈ നിൽക്കിയപ്പോൾ എനിക്കിവിടെ കുറച്ച് സംഭവമൊക്കെ വന്ന്, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊക്കെ വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് സ്റ്റാറ്റ്സ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റും. സ്റ്റാറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നമ്പർ കാണാൻ പറ്റും. എൻ്റെ നമ്പറാണ് 970218. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്പർ കാണാൻ പറ്റും. ഇനി നമുക്ക് ഫുഡ് ഷോപ്പിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഫുഡ് ഷോപ്പിലേക്ക് പോവാം. എൻജിൻ ഓണാക്കായി. ഇതെൻ്റെ വണ്ടിയാണ്, ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഒന്ന് ഇട്ടിട്ട് പോയതാണ്. നമുക്ക് ആദ്യം ഇപ്പോൾ ഫുഡ് ഷോപ്പിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് പൈസ അപ്പോൾ നമ്മൾ ഫുഡ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് എങ്ങനെയാണ് വാങ്ങുന്നത് കാണിച്ചു തരാം. ആ നേരത്തെ കാണിച്ച മാതിരി തന്നെയാണ്. എന്നെ നിൽക്കുക, ഇവിടെ വാട്ടർ ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എത്ര എണ്ണം മേടിക്കണം എന്ന് വെച്ചാൽ അത്ര മേടിക്കുക. നമുക്ക് 10 വരെ മേടിക്കുക അതിനകത്ത്. അപ്പോൾ എനിക്കൊരു 3 മതി. അപ്പോൾ 3 നിൽക്കിയിട്ട് ഗോ നിൽക്കുക. അപ്പോൾ ഇവിടെ കാർട്ടിലേക്ക് ആഡ് ആവും. എന്നിട്ട് അതേപോലെ ബർഗർ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് മാത്രമാണ് എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഡബിൾ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് ഇതും ഒരു 3 വേണം. ഇതും ഗോ നിൽക്കിയിട്ട് ആഡാക്കി ബൈ ആക്കുക. എന്നിട്ട് നിങ്ങൾ /INV അടിക്കുക. INV അടിച്ചിട്ട് ഇവിടെ നിന്ന് ബർഗർമേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബർഗർ കഴിക്കാൻ പറ്റും. അപ്പോൾ ഫുഡായി. ഇനി /EAT അടിച്ചാൽ നിങ്ങൾക്ക് ഫുഡ് കയറിക്കോളും. അതേപോലെ /INV അടിക്കുക. എന്നിട്ട് വാട്ടർമേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, യൂസ് ആക്കുക. അപ്പോൾ വാട്ടർ ആവും. പക്ഷെ എനിക്കിപ്പോൾ വാട്ടർ ഇപ്പോൾ ഫുള്ളായതുകൊണ്ട് എന്നാൽ കുടിക്കാൻ പറ്റത്തില്ല. /ഡ്രിങ്ക് അടിച്ചാലും വാട്ടർ കയറിക്കോളും. ഇപ്പോൾ ഫുഡ് അതുകൊണ്ട് എനിക്ക് ഇതാക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് വണ്ടി എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന കടയിൽ 24 അവിടെ പോയിട്ട് നിങ്ങൾ റിപ്പയർ കിറ്റ് വാങ്ങണം. റിപ്പയർ കിറ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് /INV അടിക്കുക. /INV അടിച്ചിട്ട് റിപ്പയർ കിറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എൻജിൻ ഓഫ് ചെയ്തില്ല ഗൈസ്. എൻജിൻ ഓഫ് ചെയ്യുക. വണ്ടി ഓഫ് ചെയ്തില്ല. വണ്ടി ഓഫ് ചെയ്യണം. വണ്ടി ഓഫ് ചെയ്യാൻ മറന്നുപോയി. വണ്ടി ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് റിപ്പയർ അടിക്കണം. INV അടിച്ചിട്ട് റിപ്പയർ ആക്കണം. റിപ്പയർ കിറ്റ് യൂസ്. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ ഫിക്സിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വണ്ടി റിപ്പയർ ആവുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഒന്ന് റിപ്പയർ ആയി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ വണ്ടി റിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ് ഷോപ്പിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ബാങ്കിൽ പോയിട്ട് ഡ്രസ് ഷോപ്പിൽ പോവാം. ബാങ്ക് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്കിൽ പോവാം. ബാങ്കിൽ പോയിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ് എങ്ങനെയാണ് വാങ്ങുന്നത്, അതുപോലെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പൈസ എമൗണ്ടൊക്കെ, പിന്നെ മറ്റേ
നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുള്ളൂ ബാങ്കിലോട്ട്. നമ്മുടെ ബാങ്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാങ്ക്. അപ്പോൾ നമ്മുടെ ബാങ്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാങ്ക്. അത് കുറച്ച് നേരത്തെ എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നെറ്റ് പോയതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ബാങ്ക്. അപ്പോൾ നമുക്ക് ബാങ്കിനകത്ത് കയറാം. ഇവിടെ സ്ലാഷ് ബാങ്ക് എന്ന് അടിക്കുക. ഞാൻ അടിക്കുന്ന പോലെ തന്നെ അടിച്ചാലേ കിട്ടത്തുള്ളൂ. സ്ലാഷ് ബാങ്ക് എന്ന് അടിക്കുക. അടിച്ചിട്ട് ഇവിടെ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ നെക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് എന്ന ഇതാവത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ഇവിടെ എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ ഒരു എമൗണ്ട് ഇപ്പം എൻ്റെ ഒരു 212 രൂപയുണ്ട്. അപ്പോൾ എനിക്കത് വേണമെങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് എനിക്കൊരു 100 രൂപ 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ബാക്കി വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 222 നിന്ന് എനിക്കൊരു 10 രൂപ വിഡ്രോ ആക്കണമെങ്കിൽ 10 നിൽക്കുക. അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് പ്ലെയറിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആദ്യം അയാളുടെ ID അടിക്കുക. എന്നിട്ട് സെലക്ട് എടുത്തിട്ട് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക. അപ്പോൾ ID 3 ചുമ്മാ അടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുക. പിന്നെ അതേപോലെ ATM യൂസ് ആക്കുന്ന കാണിച്ചു തരാം. ATM യൂസ് ആക്കുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ATM മെഷീൻ ഉണ്ടായി ഗൈസ്. ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു ATM മെഷീൻ ഉണ്ടായി. പക്ഷെ ആ ATM മെഷീൻ ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ അടുത്ത ATM മെഷീൻ ഉള്ളെടുത്തിട്ട് പോവാം. അപ്പോൾ നമുക്കതിന് അടുത്ത ATM മെഷീൻ ഉള്ളെടുത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ATM മെഷീൻ ഉള്ളടത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ATMത്തിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് /ATM അടിക്കുക. എന്നിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോകണം. വിഡ്രോ ചെയ്തിട്ട് എനിക്കൊരു 21 രൂപ വേണം. അപ്പോൾ 21 നെക്ക സെലക്ട് കൊടുക്കുക. അപ്പോൾ 21 രൂപ കയ്യിലോട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി അതേമാതിരി തന്നെ നമുക്കിപ്പോൾ ഡ്രസ്സ് എങ്ങനെ മാറ്റുന്നത് നോക്കാം. ഡ്രസ് ഷോപ്പ് ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറ്റാനായിട്ട് ഇവിടുന്ന് നേരത്തെ കാണിച്ച പോലെ തന്നെ എന്നെ നിൽക്കുക, ക്ലോത്ത്സ് എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുമ്മാ ഒരു ഡ്രസ്സ് എടുക്കുകയാണ്. ഈ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്നെ നിൽക്കുക. എന്നിട്ട് ക്ലോത്ത്സ് നെക്കിയിട്ട് ബൈ കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ടാപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഇത് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇനി വേറെ മേടിക്കാൻ പറ്റില്ല. നിങ്ങൾക്കപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ മേടിച്ച ഡ്രസ്സ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൾട്ട് നിൽക്കുക. ആൾട്ട് നിൽക്കിയിട്ട് സ്കിന്നെ നെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മേടിച്ച ഡ്രസ്സാണ് ഇതൊക്കെ. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ സെലക്ട് ആക്കുക, എക്യുപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ഇപ്പോൾ നിങ്ങൾ കുറേ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേമാതിരി ആൾട്ട് നിൽക്കിയിട്ട് സ്കിന്ന് വെക്കാം.